പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ തിരുപ്പിറവയോട് ഏറ്റവും അടുത്ത് കടന്നു വരുന്ന ഈ ദിവസം ദൈവത്തിൻ്റെ കരുണയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈശോയുടെ ജനനത്തിൻ്റെ നിഗൂഢങ്ങളായ ദൈവിക രഹസ്യങ്ങളെ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഈ സമയത്ത് പ്രത്യേകം സഹായിക്കാൻ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കാസ് വിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ഈശോയുടെ ജനനത്തെ സംബന്ധിക്കുന്ന വചനങ്ങളാണത്. നമുക്ക് ഓരോ വാക്യങ്ങളായി എടുത്ത് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. നമ്മൾ ഓരോ വാക്യമായിട്ട് എടുക്കുകയാണ്. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണം. സെൻസസ് എടുക്കുകയാണ്. സെൻസസ് ലോകമാസകലമുള്ള എന്ന് പറഞ്ഞാൽ ഏഷ്യ, അമേരിക്ക, ആഫ്രിക്ക, എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉള്ള ആളുകളുടെ പേരെഴുതി ചേർക്കപ്പെടണമെന്നല്ല, മറിച്ച് റോമൻ സാമ്രാജ്യത്തിലെ എല്ലാ അംഗങ്ങളുടെയും. റോമ സാമ്രാജ്യം അന്ന് ഏതെല്ലാം രാജ്യങ്ങളിൽ നിലനിന്നിരുന്നോ അതിനെയാണ് അവർ ലോകം എന്ന് വിളിച്ചിരുന്നത്. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും എന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് റോമ സാമ്രാജ്യം എവിടെയെല്ലാം ഉണ്ടായിരുന്നോ ആ റോമ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലിരുന്ന എല്ലാ ദേശത്തുമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണം. അതാത് നഗരങ്ങളിൽ പോയി അവർ സെൻസസ് അതിൽ ഈ കാനേഷുമാരിയിൽ ഈ കണക്കെടുപ്പിൽ അവരുടെ പേര് എൻറോൾ ചെയ്യണം. ഇതാണ് അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ആരാണ് ഈ അഗസ്റ്റസ് സീസർ? അദ്ദേഹം BC 27 മുതൽ BC 14 വരെ, 14 മുതൽ അതായത് 27 മുതൽ BC 14 വരെ, BC 27 മുതൽ 14 വരെ ഭരിച്ചിരുന്ന റോമൻ ചക്രവർത്തിയാണ് അഗസ്റ്റസ് സീസർ. അദ്ദേഹമാണ് ഈ പ്രസിദ്ധമായ പാക്സ് റൊമാന, റോമൻ പീസ്, റോമിലെ ആ സമാധാനം, റോമിലെ നിയമാവലികൾ മൂലം റോമൻ സാമ്രാജ്യത്തിലുടനീളം നിലനിന്നിരുന്ന ആ സമാധാനം, അതിനെ വിളിക്കുന്ന പേരാണ് പാക്സ് റൊമാന. അപ്പോൾ അതിൻ്റെ ഉപജ്ഞാതാവാണ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ഈ അഗസ്റ്റസ് സീസർ. വലിയ ഭരണാധികാരിയാണ്. അപ്പോൾ ഈ അഗസ്റ്റസ് സീസറിൻ്റെ കാലത്ത് ഒരു കൽപ്പന പുറപ്പെടുകയാണ്. എന്താണ്? ഈ റോമൻ സാമ്രാജ്യത്തിലുള്ള എല്ലാ ആളുകളുടെയും പേരെഴുതി ചേർക്കപ്പെടണം. ഇതാണ് പശ്ചാത്തലം. ക്വിരീനിയോ സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. അപ്പോൾ ആദ്യത്തെ സെൻസസിൻ്റെ 1-ാമത്തെ ഘട്ടം പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ഓരോരുത്തരും ജനിച്ചു വളർന്ന നഗരത്തിൽ ചെന്നാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന പോലെ ഓരോരുത്തരും അവരവരുടെ സ്വന്തം സ്ഥലത്തേക്ക് ചെന്ന് അവർ ഈ പേരെഴുതി ചേർക്കുകയാണ്. റോമൻ സാമ്രാജ്യത്തിൽ ജീവിക്കുന്ന ആളുകളുടെ കണക്കെടുപ്പ് നടക്കുകയാണ്. 4-ാമത്തെ വാക്യം, ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അപ്പം അടുത്തത്, ജോസഫ് എവിടെ പോയി? അദ്ദേഹം ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് പോയി. 3-ാമത്തെ കാര്യം അതാണ്, ബേത്ലഹേം. എന്താണ് ഈ ബേത്ലഹേം? ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ബേത്ലഹേമിനെ കുറിച്ചൊരു പരാമർശം അവിടെ കാണാം. യാക്കോബിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന റാഹേൽ മരിക്കുമ്പോൾ റാഹേലിനെ അടക്കിയ സ്ഥലമാണ് ബേത്ലഹേം. അവിടെ ഈ ബേത്ലഹേമിന് മറ്റൊരു പേരൂടെ പറയുന്നുണ്ട്, ബേത്ലഹേം എന്നറിയപ്പെടുന്ന എഫ്രാത്ത. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ബേത്ലഹേം എഫ്രാത്ത എന്ന് പ്രവാചകന്മാർ പറയുന്നത് കേട്ടാൽ സംശയിക്കരുത്. രണ്ടിനും ഒരു സ്ഥലത്തിൻ്റെ 2 പേരുകളാണ്. ഒന്ന് ബേത്ലഹേം, 2 എഫ്രാത്ത. ഉൽപ്പത്തി 35:19 ഒരു റെഫറൻസ്. ഈ ബേത്ലഹേമിനെ കുറിച്ച് മറ്റൊരു വചനഭാഗം സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, 1 സാമുവേൽ 16:1, ആ ഭാഗം മുഴുവൻ ബേത്ലഹേംകാരനായിരുന്ന ജസ്സേ. ആരാണ് ജസ്സേ? ദാവീദിൻ്റെ പിതാവ്. അപ്പോൾ ദാവീദിൻ്റെ നഗരമാണ് ബേത്ലഹേം. അപ്പോൾ ബേത്ലഹേംകാരനാണ് ജസ്സേ. ആരാണ് ജസ്സേ? ജസ്സേ ദാവീദിൻ്റെ പിതാവാണ്. അപ്പോൾ അത് നമ്മൾ കാണുന്നത് സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 1 മുതൽ താഴേക്കുള്ള വചനഭാഗങ്ങൾ വായിക്കുമ്പോഴാണ്. ബേത്ലഹേംകാരനായ ജസ്സയാണ്. ഈ ബേത്ലഹേം ദാവീദിൻ്റെ നഗരമാണ്. അപ്പോൾ ഈ ദാവീദിൻ്റെ നഗരമായ ബേത്ലഹേമിലേക്ക് പേരെഴുതിക്കാനായി പോകുന്ന ജോസഫ് ഗർഭിണിയായ ഭാര്യ മറിയത്തെയും കൂട്ടിയാണ് അദ്ദേഹം ഈ സെൻസസിൽ പേര് ചേർക്കാനായി പോകുന്നത്.
നസറത്തിൽ നിന്ന് ബേദലഹേമിലേക്ക് 135 കിലോമീറ്റർ ദൂരമുണ്ട്. നസറത്തിൽ നിന്ന് ബേദലഹേമിലേക്ക് 135 കിലോമീറ്റർ ദൂരമുണ്ട്. 135 കിലോമീറ്റർ ദൂരം നടന്നാണ് ഈ പോകേണ്ടത്. അപ്പോൾ ഇത്രയും ദൂരം ക്ലേശകരമായൊരു യാത്ര നടത്തിയാണ് പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടി ജോസഫ് ഈ ബേദലഹേമിലേക്ക് എത്തുന്നത്. അപ്പം എന്തിനാണ് ഈ ബേദലഹേമിലേക്ക് പോകുന്നത്? ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു സൂചന നിങ്ങളോട് പങ്കുവെക്കാം. ഈശോ മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് മരിച്ചത്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു മരിച്ചത്. അപ്പോൾ യേശു എനിക്കും നിങ്ങൾക്കും പകരക്കാരനായിട്ടാണ് മരിച്ചത്. നമ്മുടെ സ്ഥാനത്താണ് അവൻ മരിച്ചത്. ഇനി നമ്മുടെ സ്ഥാനത്തെന്ന് പറയുമ്പോൾ മാനവരാശിയുടെ മൊത്തം സ്ഥാനത്ത് മാത്രമല്ല, ഇസ്രായേൽ എന്ന ജനതയുടെ മുഴുവൻ തിന്മയ്ക്കും അവൻ പകരം ശിക്ഷ ഏറ്റുവാങ്ങിയാണ് മരിച്ചത്. അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പകരം എന്ന് മാത്രമല്ല, അവൻ തൻ്റെ ജനത കടന്നുപോയ എല്ലാ പാപത്തിനും പരിഹാരം ചെയ്തു. അവൻ ഇസ്രായേലിൻ്റെ സന്തതിയാണ്. അതുകൊണ്ട് ഈ ഇസ്രായേൽ കടന്നുപോയ എല്ലാ അനുഭവങ്ങളിലൂടെയും യേശു കടന്നു പോകുന്നതായി സൂക്ഷിച്ച് വചനം വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന്, ഇസ്രായേൽ 400 വർഷം അടിമത്തത്തിൽ കഴിഞ്ഞ സ്ഥലമാണ് ഈജിപ്ത്. യേശു ഈജിപ്തിലേക്ക് പലായനം ചെയ്ത് അമ്മയുടെ മാറിൽ പറ്റിക്കിടന്ന് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ജീവനെ ഭയന്ന് പലായനം ചെയ്ത് ഈജിപ്തിൽ പോയി അജ്ഞാതവാസം നയിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കണ്ടോ, ഈ ജനം പോയ വഴിയാണത്. ഇനി ഈജിപ്തിൽ നിന്ന് അവൻ തിരിച്ചു വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ വന്നതുപോലെ തന്നെ. ബേദലഹേമിലേക്ക് പോകുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ്. ദാവീദിൻ്റെ നഗരമായ ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത്, അഭിഷേകം ചെയ്യുന്നതും ഈ ബേദലഹേമിൽ വെച്ചിട്ടാണ്. ഇവൻ ദാവീദിൻ്റെ പുത്രനാണ്. ദാവീദ് കടന്നുപോയ വഴിയിലൂടെ ഈശോ കടന്നു പോകുന്നുണ്ട്. മറ്റൊരു സൂചന നമ്മൾ കാണുന്നത്, ഗത്സമൻ തോട്ടത്തിലേക്ക് ഈശോ പോകുന്നുണ്ടല്ലോ. സെഹിയോൻ മാളികയിൽ അന്ത്യത്താഴം കഴിഞ്ഞിട്ട് ഈശോ ഗത്സമനിയിലേക്ക് പോകുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ പിതാവായ ദാവീദ് മകനായ അബ്സാലോമിനെ ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ട്, തലമൂടി കരഞ്ഞുകൊണ്ട് നടന്നുപോയ വഴിയിലൂടെയാണ് ഈശോ ഗത്സമനിയിലേക്ക് കണ്ണുനീരോടെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഇസ്രായേൽ കടന്നുപോയ വഴിയിലൂടെ എല്ലാം ഈശോ പോയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ചെങ്കടൽ കടന്ന് ഇസ്രായേൽ പോകുന്നത് മരുഭൂമിയിലേക്കാണ്. ജോർദാൻ കടന്ന് യേശു പോകുന്നതും മരുഭൂമിയിലേക്കാണ്. മരുഭൂമിയിൽ വെച്ചാണ് ഇസ്രായേൽ പരീക്ഷിക്കപ്പെട്ടത്. യേശു പരീക്ഷിക്കപ്പെട്ടത് മരുഭൂമിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ സമയച്ചുരുക്കം കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ബേദലഹേമിലേക്കുള്ള യാത്രയ്ക്കെല്ലാം രക്ഷാകരമായ ചില അർത്ഥങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബേദലഹേമിലേക്ക് പോകും 135 കിലോമീറ്റർ നീണ്ട യാത്ര. ഇനി പേരെഴുതിക്കാനായി ഓരോരുത്തരും, 3-ാമത്തെ വാക്യം, താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബേദലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഈ പുൽത്തൊട്ടി എന്ന് പറയുന്നത് അത് ശരിക്കും മനസ്സിലാക്കണം. അതായത് സത്രത്തിൽ ഇടം കിട്ടിയില്ല. ഈ സത്രം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നടുമുറ്റമുള്ള ഒരു പഴയ തറവാട് നിങ്ങൾ മനസ്സിൽ കാണുക. എന്ന് പറഞ്ഞാൽ ചുറ്റും മുറികളാണ്, നടുക്ക് ഒരു തുറസായ സ്ഥലമുണ്ട്, ഒരു മുറ്റം പോലെ. ഈ നടുമുറ്റമുള്ള ഒരു വീട്, നിങ്ങൾ ഒരു പഴയ തറവാട് മനസ്സിൽ കണ്ടാൽ ഇതായിരുന്നു സത്രത്തിൻ്റെ മാതൃക. അപ്പോൾ ഈ സത്രത്തിൻ്റെ അകത്ത് നടുവിൽ തുറസായ ഒരു സ്ഥലമുണ്ട്, ഒരു മുറ്റം പോലൊരു സ്ഥലം. അതിന് ചുറ്റുമാണ് മുറികൾ. അപ്പോൾ വൃത്താകൃതിയിൽ ഒരു ഷേപ്പ് നിങ്ങൾ മനസ്സിൽ കാണുക. ഈ ചുറ്റുമാണ് മുറികൾ. അപ്പോൾ ഇവിടെ എല്ലാം മുറികളാണ്. ആ മുറികളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഒരു മുറ്റത്തേക്കാണ്. അതൊരു നടുമുറ്റമാണ്. എന്തിനാണ് ഈ നടുമുറ്റം? ഈ യാത്രക്കാരെല്ലാം വരുന്നത്, അവരുടെ വരുന്ന കഴുതകളുണ്ട്, അവരുടെ മൃഗങ്ങളുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങളെല്ലാം അവരെവിടെയാണ്? മുറിക്കകത്തേക്ക് മൃഗങ്ങളെ കൊണ്ടുപോയില്ല. ഈ മൃഗങ്ങളെയെല്ലാം അവരിടുന്നത് ഈ മുറ്റത്താണ്. അപ്പോൾ ഓരോ സത്രത്തിലെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, അവർ ഈ മുറ്റത്തേക്ക് വരുമ്പോൾ അവിടെ എല്ലാം മൃഗങ്ങളാണ്.
ഈ യാത്രക്കാരുടെ മൃഗങ്ങൾ. അപ്പോൾ ഈ കന്നുകാലികളെന്നൊക്കെ പറയുന്നത് ഈ സത്രത്തിലെ നടുമുറ്റത്തുള്ള ആ വളർത്തു മൃഗങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ജോസഫും മറിയം കൂടെ വന്നപ്പോൾ പരിശുദ്ധ അമ്മയെ കഴുതപ്പുറത്താണ് കൊണ്ടുവന്നതെങ്കിൽ അവരുടെ മൃഗമുണ്ട്, ആ മൃഗത്തെ ഈ മുറ്റത്താണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കാലികൾ, ഈ മൃഗങ്ങൾ, അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് വിശ്രമിക്കാനുമുള്ള ആ സ്ഥലം, അതാണ് ഈ പുൽത്തൊട്ടി. അപ്പം മുറിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ട്, പ്രസവിക്കാനൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് ഈ മൃഗങ്ങളുടെ കൂടെ അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാതാവ് ഈശോയെ പ്രസവിച്ചു. എന്നിട്ട് ഈ പുൽത്തൊട്ടിയിൽ കിടത്തി. പിടികിട്ടുന്നുണ്ടോ? അല്ലാതെ എവിടെയെങ്കിലും ഒരു കാടിനകത്ത് മൃഗങ്ങളുടെ കൂടെ പോയി കിടത്തിയെന്നല്ല. ഈ സത്രത്തിലെ മുറി കിട്ടാത്തത് കൊണ്ട്, ഇപ്പോൾ വീടിനകത്ത് നിങ്ങളെ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ മുറ്റത്ത് കിടക്കില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ മുറ്റത്ത് മൃഗങ്ങളുടെ കൂടെ, മൃഗങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സ്ഥലത്ത് അല്പസ്ഥലം ഉണ്ടാക്കി ഈശോയെ അവിടെ പ്രസവിച്ചു. അവിടെ പുൽത്തൊട്ടിയിൽ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് കിടത്തി. മനസ്സിലാവുന്നുണ്ടോ? പുൽത്തൊട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവിൻ്റെ പേരാണ് ഈ പുൽത്തൊട്ടി. പുൽത്തൊട്ടി എന്ന് പറഞ്ഞാൽ ഈ മുറിയിൽ ഇടം കിട്ടിയില്ല, അങ്ങനെയാണല്ലോ പറയുന്നത്. സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല, സ്ഥാനം കിട്ടിയില്ല, സ്നേഹം കിട്ടിയില്ല, പരിഗണന കിട്ടിയില്ല, അവകാശം കിട്ടിയില്ല, ആനുകൂല്യം കിട്ടിയില്ല, ബഹുമാനം കിട്ടിയില്ല, പദവി കിട്ടിയില്ല, പേര് കിട്ടിയില്ല. അങ്ങനെ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുടെ നീണ്ട നിരയുടെ ആകത്തുകയാണ് ജീവിതം. പക്ഷെ അങ്ങനെ പലതും കിട്ടാതെ വരുമ്പോൾ സമാധാനത്തോടെ കിട്ടുന്നത് വെച്ച് സ്തോത്രം പറയുന്ന അഭിഷേകത്തിൻ്റെ പേരാണ് പുൽത്തൊട്ടി. സത്രത്തിൽ സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ട് പുൽത്തൊട്ടിയിൽ കിടത്തിയെന്ന്. പിടികിട്ടുന്നുണ്ടോ? ഈ സ്തുതിയുടെ ജീവിതം എന്ന് കരിസ്മാറ്റിക്കാരായ നമ്മൾ പറയും. സ്തുതിയുടെ വിപരീത പദം നിങ്ങൾക്കറിയാമോ? സ്തുതിയുടെ വിപരീത പദം പരാതി എന്നാണ്. അപ്പം എന്താണ് സ്തുതിയുടെ ജീവിതം എന്നറിയാവോ? പരാതിയില്ലാത്ത ജീവിതമാണ് സ്തുതിയുടെ ജീവിതം. ഏത് സാഹചര്യത്തിലും ദൈവത്തിന് സ്തോത്രം പറയുന്ന ജീവിതത്തിൻ്റെ പേരാണ് സ്തുതിയുടെ ജീവിതം. അപ്പോൾ ഇവിടെ ഈ പുൽത്തൊട്ടിയിൽ കിടത്തി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. യോസേപ്പ് പിതാവിന് പരാതിയില്ല, പരിശുദ്ധ അമ്മയ്ക്ക് പരാതിയില്ല, ഈശോയ്ക്ക് ഒട്ടും പരാതിയില്ല. ഉള്ള അവൈലബിൾ സ്പേസിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തു എന്ന്. ഇതാണ് ക്രിസ്മസ്, ഇതാണ് ക്രിസ്ത്യാനിറ്റി, ഇതാണ് അഭിഷേകം, ഇതാണ് ആത്മീയ വളർച്ച. See, you are comfortable in the available given space. No regret, no complaint, no issues. You are comfortably happy in the available given space. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കിട്ടിയ സ്ഥലത്ത് സ്തോത്രം, കിട്ടിയ സാധനം കൊണ്ട് സ്തോത്രം, കിട്ടിയ പരിഗണന കൊണ്ട് സ്തോത്രം, കിട്ടിയ സ്നേഹം കൊണ്ട് സ്തോത്രം. പുൽത്തൊട്ടി വായിക്കാനൊക്കെ നല്ല സുഖമുള്ള വാക്യങ്ങളാണ് ഇത്, പക്ഷെ ജീവിക്കാൻ നല്ല പ്രയാസമാണ്. പുൽത്തൊട്ടിയിൽ കിടത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര വലിയ മനുഷ്യരാണ് ഇവർ. കിട്ടിയത് കൊണ്ട് ആമേൻ പറഞ്ഞു, സ്തോത്രം പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു, സമാധാനമായിട്ട് കുഞ്ഞിനെ അവിടെ പ്രസവിച്ചിട്ട്. ഏതൊരു സ്ത്രീയും ഏറ്റവും കൂടുതൽ സ്വകാര്യത ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഒരു കൊച്ചിനെ പ്രസവിക്കുന്ന സമയം. സ്വന്തം ഭാര്യയ്ക്ക് അങ്ങനെ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ പറ്റാതെ കണ്ണ് നിറഞ്ഞും തലകുനിച്ചും നിന്ന ഒരപ്പനെ, യോസേപ്പ് പിതാവിനെ, ഈ വർഷം യോസേപ്പ് പിതാവിൻ്റെ വർഷമായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ യോസേപ്പ് പിതാവിനെ ഓർക്കണേ ക്രിസ്മസ് രാത്രിയിൽ. സ്വന്തം ഭാര്യയ്ക്ക് ഒരിത്തിരി മറവ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ നാണം കെട്ടും ഗതി കെട്ടും നിന്ന ഒരു പാവപ്പൻ, മക്കളെ വളർത്താൻ പാടുപെടുന്ന, മക്കൾക്ക് വേണ്ടത് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത, മക്കൾ ആഗ്രഹിക്കുന്നതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത, ഹൃദയം തകർന്നു നിൽക്കുന്ന ഒരുപാട് അപ്പന്മാരുടെ പ്രതീകമാണ് ഈ അപ്പൻ. അദ്ദേഹം സ്തോത്രം ചെയ്തുകൊണ്ട് പറഞ്ഞു, കർത്താവേ, പുൽത്തൊട്ടി എങ്കിൽ പുൽത്തൊട്ടി, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല.
ആറാമത്തെ വാക്യം, അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽപുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവൾക്ക് സ്ഥലം ലഭിച്ചില്ല. 8-ാമത്തെ വാക്യം, ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. ഇനി ഈ സദ്വാർത്ത ആദ്യമായിട്ട് അറിയിക്കുന്ന ആരോടാണ്? ഇടയന്മാരോടാണ്. അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ ഇസ്രായേലിൻ്റെ പൂർവ്വപിതാക്കന്മാരിൽ മിക്കവരും ആട്ടിടയന്മാരായിരുന്നു. ആബേൽ ഒരാട്ടിടയനായിരുന്നു, യാക്കോബ് ഒരാട്ടിടയനായിരുന്നു, പൂർവ്വ യൗസേപ്പ് ഒരാട്ടിടയനായിരുന്നു, മോശ ഒരാട്ടിടയനായിരുന്നു, ദാവീദ് ഒരാട്ടിടയനായിരുന്നു, ആമോസ് ഒരാട്ടിടയനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇടയന്മാർ, ഇവർ പുറപ്പാട് പുസ്തകത്തിൽ അവർ ഫറവോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ഈ ഗോഷൻ പ്രദേശത്ത് താമസിക്കാനായിട്ട് അവർ തീരുമാനം എടുക്കുമ്പോൾ ജോസഫ് അവരോട് പറയും, നിങ്ങൾ പറയണം ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ആട്ടിടയന്മാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇടയന്മാരോട് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന ജനതയോടാണ് ഈ സുവിശേഷം ആദ്യമായി അറിയിക്കപ്പെടുന്നത്. അതാണ് ഇടയന്മാർ പ്രതിദാനം ചെയ്യുന്നൊരു സൂചന. രണ്ടാമത്തേത്, മറ്റൊരു ആത്മീയ അർത്ഥം കൂടിയുണ്ട് ഈ ഇടയന്മാരോട് ഇത് പറയാൻ. ഒരു വാക്യം ഞാൻ വായിക്കാം, 10-ാമത്തെ വാക്യം, 2:10. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്ത് സന്തോഷത്തിൻ്റെ സദ്വാർത്ത? എല്ലാ ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഈ ആരാണ് ഈ ആട്ടിടയന്മാരെന്നറിയാവോ? അതായത് ഈ നാട്ടിലൊരു കാര്യം നടന്നാൽ ഏറ്റവും അവസാനം അതറിയാൻ സാധ്യതയുള്ള ആളുകളാണ് ഈ ആട്ടിടയന്മാർ. നമ്മുടെ ഈ നാട്ടിലൊക്കെ, നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഈ ടാർപോളിൻ ഷീറ്റ് വലിച്ചു കിട്ടി ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ, നാടോടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ കർഷക പ്രക്ഷോഭം ഡൽഹിയിൽ നടക്കുന്നെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ നടക്കുന്നെന്നോ, അല്ലെങ്കിൽ ഐഫോൺ പുതിയ മോഡൽ പുറത്തിറക്കിയെന്നോ, അല്ലെങ്കിൽ ഗൂഗിള് പുതിയ സോഫ്റ്റ്വെയർ ഇറക്കിയെന്നോ, ഇതൊന്നും ഇവർക്കറിയാൻ പാടില്ല. പുതിയ ലാപ്ടോപ്പിൻ്റെ മോഡൽ എന്താണെന്നോ, അല്ല ഇൻ്റർനെറ്റ് ഇപ്പോൾ 4G ആണോ 5G ആണെന്നോ, ഇതൊന്നും ഈ വഴി കിടക്കുന്ന പാവപ്പെട്ടവർക്ക്. അതായത് ഈ നാട്ടിലൊരു വാർത്തയുണ്ടായാൽ അതൊരിക്കലും അറിയാൻ സാധ്യതയില്ലാത്ത പഞ്ഞം പിടിച്ച ആളുകളാണിത്. ഇവർ ഈ അലഞ്ഞു കിടക്കുന്ന ആടിനെയും കൊണ്ടൊക്കെ പോയി മാസങ്ങൾ അവിടെ ഇവിടെയൊക്കെ താമസിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവരൊന്നും അറിയണമെന്നില്ല, സ്വന്തം വീട്ടിൽ നടക്കുന്ന പോലും അറിയാത്ത ആളുകളാണിത്. പക്ഷെ ഈ വാർത്തയുടെ പ്രത്യേകത എന്താണ്? ഇതെല്ലാവരും അറിയേണ്ട ഒരു വാർത്തയാണ്. നിനക്ക് വേണ്ടി, നിനക്ക് പകരക്കാരനായി ദൈവം തൻ്റെ പുത്രനെ അയച്ച് അവനിതാ കുരിശിൽ മരിക്കാൻ വേണ്ടി ഒരു കൊച്ചായിട്ട് വന്ന് പിറന്നു. ഇത് സകലരും അറിയേണ്ട വാർത്തയാണ്. അപ്പോൾ ഈ സകലരും അറിയേണ്ട വാർത്ത മനോരമയും മംഗളവും ദീപികയും വായിക്കാത്ത ഇവരെങ്ങനെ അറിയും? നമ്മൾ പത്രം വായിക്കുന്നവരാണെങ്കിലും TV കാണുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മളിത് പെട്ടെന്നറിയാം. ഇവൻ ഇതൊന്നും ഇല്ലാത്ത ആളാണ്, ഒരു ഫോൺ ഇല്ലാത്ത ആളാണിത്. ഇവൻ ഇതെങ്ങനെ അറിയും? അപ്പം ഇവൻ ഇത് അറിയണമെങ്കിൽ അവൻ രാത്രിയിൽ ഈ ആടിനെയും കാത്ത് തമ്പടിച്ച് കിടക്കുന്ന ആ തുറസായ സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു പാറക്കെട്ടിൻ്റെ ഇടയിൽ അവനിങ്ങനെ ഈ ആടിനെയും കൊണ്ട് ചാക്കൊക്കെ പുതച്ചിങ്ങനെ കിടക്കുമ്പോൾ അവൻ്റെ തലയ്ക്ക് മേളിൽ ആകാശത്തൊരായിരം ദൂതന്മാർ വന്ന് പറഞ്ഞാലേ ഇവനിതറിയൂ. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ സുവിശേഷം ലോകത്താരും അറിയാതെ പോകരുതെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഒരിക്കലും സാധാരണ മാർഗത്തിലൂടെ ഇത് അറിയാൻ സാധ്യതയില്ലാത്ത ആട്ടിടയന്മാർക്ക് അസ്വാഭാവികമായൊരു മാർഗം ആകാശത്തൊരടയാളം കാണിച്ച് ദൈവം വെളിപ്പെടുത്തി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുവിശേഷം എല്ലാവരോടും പറയേണ്ടതാണ്. ഇതാരും അറിയാതെ പോകരുത്, ഇതെല്ലാവരോടും പറയേണ്ടതാണ്. നോക്കുക, അല്ലെങ്കിൽ ഈ ആട്ടിടയന്മാർ അറിയില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൂതന്മാരെ, 10,000-കണക്കിന് ദൂതന്മാരെ ആകാശത്തണിനിരത്തിയിട്ട് ദൈവം പ്രഖ്യാപിച്ചു, ആട്ടിടയന്മാരെ ഇതാ സകല സന്തോഷത്തിനും വേണ്ടിയുള്ള, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഇതെല്ലാവരും അറിയേണ്ടതാണ്. ഇനി 7-ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? എങ്ങനെ ഈ കൊച്ചിനെ നിങ്ങൾ തിരിച്ചറിയും? 12-ാമത്തെ വാക്യം അതാണ്, ഇതായിരിക്കും നിങ്ങളുടെ അടയാളം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അടയാളം എന്താണ്? നിങ്ങൾ നോക്കുമ്പോൾ അവൻ നല്ല പട്ടുമത്തെ കിടക്കുകയായിരിക്കില്ല, പുൽത്തൊട്ടിയിൽ സമാധാനത്തോടെ കിടക്കുന്നൊരു കുഞ്ഞിനെ നിങ്ങൾ കണ്ടാൽ ഉറപ്പിച്ചോണം അത് യേശുവാണ്. നമ്മളെങ്ങനെ യേശുവാണെന്നറിയാമോ? നമുക്കെന്ന് പരാതിയില്ലാതെ ഏത് സാഹചര്യത്തെ നേരിടാൻ നമുക്കൊരു കൃപ കിട്ടുന്നോ
അന്ന് നമ്മളിൽ കർത്താവ് ജനിച്ചു എന്ന് ഉറപ്പിച്ചോണം. നമ്മൾ ഈ പരാതിയുടെ ഭാണ്ഡക്കെട്ടുമായിട്ട് അസ്വസ്ഥരായിട്ട് കഴിയുമ്പോഴൊക്കെ നമ്മൾ യേശുവിൻ്റെ സ്വഭാവമല്ല, പിശാചിൻ്റെ സ്വഭാവമാണ്. അവൻ ഉണ്ടായിരുന്ന സ്ഥാനം അവന് മതിയാവാതെ ദൈവത്തെ പോലാവാൻ ആഗ്രഹിച്ച് താഴേക്ക് പോയ ആളാണ് പിശാച്. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? അവൻ ഉണ്ടായിരുന്നത് പോലും വേണ്ടാന്ന് വെച്ചിട്ട് അവൻ ദാസൻ്റെ രൂപം സ്വീകരിച്ച ആളാണ്. മനോഹരമായൊരു വാക്യം ഞാൻ വായിക്കാം. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ മനോഹരമായൊരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. 11-ാമത്തെ വാക്യം, ഫിലിപ്പി 4:11 കേട്ടാൽ മതി. ഫിലിപ്പി 4:11 വചനം പറയുകയാണ്, എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്, കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും ജീവിക്കാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. കണ്ടോ, ഏത് സാഹചര്യത്തിലും ആമേൻ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇതൊരടയാളമാണ് നിങ്ങളിൽ കർത്താവുണ്ട്. ഒരു ഫാൻ ഓഫായാൽ അസ്വസ്ഥരാകുന്ന മനുഷ്യരാണ് നമ്മൾ. നമ്മുടെ ഡയറക്ഷനിലേക്ക് കാറ്റ് വന്നില്ലെങ്കിൽ അസ്വസ്ഥരാകുന്ന മനുഷ്യരാണ് നമ്മൾ ഇനി എന്തുമാത്രം കർത്താവിനോട് അനുരൂപരാകാൻ വളരേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ വചനമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തിരിച്ചറിയാനുള്ള അടയാളം എന്താണ്? പുൽത്തൊട്ടിയിൽ സന്തോഷത്തോടെ കിടക്കുന്നൊരു കുട്ടി, ഈ കുടിലിലും സന്തോഷത്തോടെ കഴിയുന്നൊരു കുട്ടി, അതാണ് അടയാളം. അപ്പോൾ പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും, ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. 15-ാമത്തെ വാക്യം, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു. 2 കാര്യങ്ങളാണ് ആട്ടിടയന്മാർ ചെയ്തത്. ഒന്ന്, അവർ പറഞ്ഞു, കർത്താവ് നമ്മളെ അറിയിച്ച് ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. 3 കാര്യമാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, അവർ ഈ കർത്താവ് പറഞ്ഞ അനുസരിച്ച് പോയി അനുസരിച്ചു. അവർ നേരെ പോയി ഈശോയെ കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച്, 2-ാമത്തെ കാര്യം, ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. കണ്ടോ, 2-ാമത്തെ കാര്യം, അവർ യേശുവിനെ പോയി കണ്ടു. ഈ കണ്ട കാര്യം അവരെല്ലാവരോടും ചെന്ന് പറഞ്ഞു. ഈ ക്രിസ്മസിന് ദൈവം നമുക്ക് തരുന്ന അതിശക്തമായ ഒരു സന്ദേശം അതാണ്. ഇത് എല്ലാവരോടും പോയി പറയണം, യേശുവിനെ കുറിച്ച് എല്ലാവരോടും പറയണം. ഇനി അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചു. 3-ാമതായിട്ട് 20-ാമത്തെ വാക്യം, തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തു. 3 കാര്യമാണ് ചെയ്ത്. 1, അവർ കർത്താവിനെ പോയി കണ്ടു. 2, അവരിതെല്ലാവരോടും പോയി പറഞ്ഞു. 3, അവർക്ക് കിട്ടിയ ആ ദൈവത്തിൻ്റെ സന്തോഷത്തെ, ദൈവാനുഭവത്തെ ഓർത്ത് ഒരു കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ജീവിച്ചു. 9-ാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. നമുക്ക് ഈ ക്രിസ്മസിനോട് അടുക്കുന്ന നിമിഷങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ധ്യാന വിഷയമാക്കണം. യേശുവിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, യേശുവിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, കുർബാനയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് ഈ ദൈവിക കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കാൻ ഇടയാവണം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ക്രിസ്മസ് കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. അനുഗ്രഹീതമായൊരു പുതിയ വർഷം നിങ്ങൾക്കുണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.